ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വി വേൾഡ്. എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു ആദ്യം തന്നെ. പിന്നെ ഇന്നൊരു ബിരിയാണി കഥയാണ് കേട്ടോ. ഇത് വേറൊരു ബിരിയാണിയല്ല, ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ഇമോഷനാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ കൊച്ചുവിൻ്റെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒക്കെ ഒരു ഇമോഷനാണ് ഈ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വരിക കൊച്ചുവിൻ്റെ പേരാണേ. ഇത് കൊച്ചുവിൻ്റെ പുതിയ സംരംഭമാണ് കേട്ടോ, കാറ്ററിങ്. നല്ല അടിപൊളി ഭംഗിയുള്ളൊരു ബക്കറ്റിലാണ്. ഇത് ബീഫ് സുർബിയാനാണ്, അത് വിച്ചുവിന് മാത്രമുള്ളതാണ്. അതൊക്കെ അടിപൊളി അടാറായിട്ടാണെന്ന് വിച്ചു പറഞ്ഞത്. പിന്നെ ഇത് ചിക്കൻ കൊണ്ടാട്ടം, ഇത് നല്ല ഭംഗിയുള്ളൊരു കണ്ടെയ്നറിനകത്താണ്. കഴിക്കാനും കുട്ടികളൊക്കെ പലഹാരം കഴിക്കണ പോലെ എടുത്തുകൊണ്ട് നടന്ന് കഴിക്കുകയായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. കൊച്ചുവിന് എന്തോ ഒരു ഭയങ്കര കൈപ്പുണ്യാണ്. അത് കൊച്ചുവിൻ്റെ ബിരിയാണി കഴിച്ചവർ പിന്നെ മാറി ചിന്തിക്കുകയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇത്രയ്ക്ക് വയറും മനസ്സും നിറച്ചൊരു പെരുന്നാൾ എൻ്റെ ലൈഫിലുണ്ടായില്ല. ചിക്കൻ ബിരിയാണിയാണത് ഈ കവറിലുള്ളത്. ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ട. കൊച്ചുവിൻ്റെ പാഷനും അതുപോലെ അവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ഒക്കെ കൊണ്ടാണോ എന്തോന്നറിയില്ല, ഈ ഫുഡിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ കൂടെ എന്താ പറയുക, ഈ അച്ചാറാണേ. അച്ചാറെന്ന് പറഞ്ഞാൽ അത് ഡേറ്റ്സും ലെമണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അച്ചാറാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ നമ്മൾ ഹോം മെയ്ഡ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മക്കളോട് വെറുതെ ചോദിക്കും, കൊച്ചുപാപ്പ വയ്ക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വിച്ചു പറയണ ഡയലോഗ്, അമ്മ അത്രയ്ക്ക് അഹങ്കാരം വേണ്ട കേട്ടോ എന്ന്. പിന്നെ നിങ്ങൾ ഇതും കൂടി ഒന്ന് കാണണം കേട്ടോ. കാരണം എത്രത്തോളം ഫുഡ് നമ്മളെ നാട്ടിലേക്ക് അവൻ സെയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ കാഴ്ച കൂടിയാണ് കേട്ടോ. കാരണം ഞങ്ങളെ നാട്ടിലൊരുവിധം എല്ലാവരും കഴിച്ചത് ഈ പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് കഴിച്ചത് കൊച്ചുവിൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ അത്രയും ആളുകളുടെ വയറ് നിറച്ചത് അവൻ്റെ കൈപ്പുണ്യാണ് കേട്ടോ. പിന്നെ ഈ ഫുഡ് പാക്ക് ചെയ്യണ ആളുകളൊക്കെ കുക്കിങ്ങിൻ്റെ ABCD അറിയണവരാണോ എന്നുള്ളത് ചോദിച്ചാൽ കുറച്ച് ഡൗട്ടാണ്. പക്ഷേ എവിടെ ഭക്ഷണം ഉണ്ടോ അവിടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ടീമാണേ. വെറുതെ പറഞ്ഞതാ കേട്ടോ, പാവങ്ങളാ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ബിരിയാണി കഴിച്ചവരാരും വലിയ പെരുന്നാളിന് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ, കൊച്ചുവിൻ്റെ ബിരിയാണി തന്നെ. പിന്നെ അഫോർഡബിൾ റേറ്റാണ്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഞങ്ങളെ നാട്ടുകാർ മൊത്തം കഴിച്ചത് കൊച്ചുവിൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ ശരി, കൊച്ചുവിൻ്റെ ഈ കാറ്ററിംഗ് സംരംഭം ഒരു വലിയൊരു സംഭവമായിട്ട് വളരട്ടെ. ഒരുപാട് ആളുകളുടെ വയറും മനസ്സും നിറയ്ക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ കൊടുക്കട്ടെ. അപ്പോൾ ശരി, ഈദ് മുബാറക്ക്.